ആരോഗ്യമന്ത്രിയെ കിങ്ങിണിമോൻ എന്ന കമന്റിട്ട് ആക്ഷേപിച്ചു. CPIM പ്രവർത്തകനെതിരെ കലാപാഹ്വാനത്തിന് കേസ്. ആരോഗ്യമന്ത്രി കെ മുരളീധരനെതിരെ ഫേസ്ബുക്കിൽ വിദ്വേഷ കമന്റിട്ട CPIM പ്രവർത്തകനെതിരെ കേസ്. താമരശ്ശേരി തേറ്റാമ്പുറം സ്വദേശി ബിബിനെതിരെയാണ് കലാപാഹ്വാനത്തിന് കേസെടുത്തത്. കെ മുരളീധരന്റെ വാർത്താ സമ്മേളനത്തിന്റെ വാർത്തയ്ക്ക് താഴെയായിരുന്നു കമന്റ്. കെ മുരളീധരനെ കിങ്ങിണിമോൻ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയായിരുന്നു. താമരശ്ശേരി പോലീസാണ് കേസെടുത്തത്. കോൺഗ്രസ് നേതാവ് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. മുഖ്യമന്ത്രി ഫയലിൽ ഒപ്പിട്ടില്ല. പാലക്കാട് മെഡിക്കൽ കോളേജിൽ ശമ്പളം മുടങ്ങി. ധനവകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി VD സതീശൻ ഫയലിൽ ഒപ്പിടാത്തതിനാൽ പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിലെ 400-ലധികം ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതായി PP സുമോദ് MLA. സാധാരണ 5-ാം തീയതിക്കുള്ളിൽ നൽകുന്ന ശമ്പളമാണ് 11 കഴിഞ്ഞിട്ടും കൊടുക്കാത്തത്. ശമ്പള വിതരണത്തിന് തുക ലഭിക്കാത്തതാണ് തടസ്സം. തുക അനുവദിക്കുന്നതിനുള്ള ഫയൽ ധനവകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയിട്ട് ദിവസങ്ങളായിട്ടും ഇതുവരെ ഒപ്പിട്ടില്ല. ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്നവരെയും പ്രതിസന്ധി ബാധിച്ചതായി MLA ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. കേരള സാങ്കേതിക സർവകലാശാലയിൽ ഉത്തരക്കടലാസ് മോഷണം പോയതായി പരാതി. കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ മൂല്യനിർണ്ണയ ക്യാമ്പിൽ സൂക്ഷിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ഉത്തരക്കടലാസ് മോഷണം പോയതായി ഗുരുതര പരാതി. കണ്ണൂർ തലശ്ശേരി കുണ്ടൂർമല ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് പരീക്ഷാ നടത്തിപ്പിന്റെ വിശ്വാസ്യതയെന്ന് ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവം അരങ്ങേറിയത്. KTU 2ാം വർഷ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ പ്രധാന പേപ്പറുകളിലൊന്നായ പവർ ഇലക്ട്രോണിക്സ് ഡ്രൈവ് എന്ന വിഷയത്തിന്റെ ഉത്തരക്കടലാസാണ് കാണാതായത്. കോളേജിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം പുരോഗമിക്കുന്നതിനിടയിലാണ് സംഭവം. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ മുഖ്യമന്ത്രി. മോഹൻ ഭാഗവതിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് അതീവ ഗൗരവമായി കാണുന്നുവെന്ന് VD സതീശൻ ഫേസ്ബുക്കിൽ കുറിച്ചു. ഗുരുതരമായ വീഴ്ചയാണ് വൈസ് ചാൻസലർക്കുണ്ടായതെന്നും ഇത്തരം നടപടികൾ വെച്ചുപൊറിപ്പിക്കില്ലെന്നും 3 VC-മാരോടും കേരളത്തോട് മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി FB പോസ്റ്റിൽ കുറിച്ചു. കേരളീയ പൊതുസമൂഹത്തിന് വൈസ് ചാൻസലർ പദവിയോട് ആദരവുണ്ട്. അത് കളഞ്ഞു കുളിക്കുന്ന തരത്തിലാണ് തീവ്ര വർഗീയത പറയുന്ന RSS നേതാവിന്റെ പരിപാടിയിൽ പങ്കെടുത്തത്. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും അംഗീകരിക്കില്ല. അത് വെച്ചുപൊറിപ്പിക്കുകയുമില്ല. RSS പരിപാടിയിൽ പങ്കെടുത്ത 3 VC-മാരും കേരളത്തോട് മാപ്പ് പറയണമെന്നും സതീശൻ കുറിച്ചു. വിവാദങ്ങൾ തുടർച്ചയാവുന്നതിനിടെ പത്മകുമാർ CPIM-ന് പുറത്തേക്ക്. നാളെ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം സംഘടനാ നടപടിയിൽ തീരുമാനമെടുക്കും. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ചേർക്കപ്പെട്ട പത്മകുമാറിനെ പുറത്താക്കണമെന്ന ജില്ലാ കമ്മിറ്റി തീരുമാനം നടപ്പിലാക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. പത്മകുമാർ ജില്ലാ കമ്മിറ്റി അംഗമായതിനാൽ തീരുമാനം നടപ്പിലാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ അംഗീകാരം വേണം. മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്, BN വാസവൻ എന്നിവർ സംസ്ഥാന സെനറ്റിനെ പ്രതിനിധീകരിച്ച് നാളത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്നു A. പത്മകുമാർ.